കൊക്കോടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ സൂര്യദേവിന്റെയും സുൽത്താന്റെയും സൗഹൃദത്തിന്റെ കഥ. 3 വർഷം മുൻപ് 5ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ കണ്ട് പരിചയപ്പെട്ട് കൂട്ടുകാരായവരാണ് ഈ സുൽത്താനും സൂര്യദേവും. SMA രോഗം ബാധിച്ച് ജന്മനാ നടക്കാനാവാത്ത സൂര്യദേവിന് സ്കൂളിലെത്തിയാൽ പിന്നെയെല്ലാം മുഹമ്മദ് സുൽത്താനാണ്. ചോറ് വാങ്ങിക്കൊടുക്കും, ഗ്രൗണ്ടിൽ ഒരുമിച്ച് കളിക്കും, ശുചിമുറിയിൽ എത്തിക്കും. അങ്ങനെ നല്ലൊരു സൗഹൃദത്തിന്റെ കഥ. ഞാനും സുൽത്താൻ 5ാം ക്ലാസ് മുതൽ പരിചയമുണ്ട്. ഒരുമിച്ചാണ്. എന്റെ ബാത്റൂം കൊണ്ടുപോകും, ചോറ് വാങ്ങി തരൂ, വീട്ടിക്ക് ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോകും. സ്നേഹത്തിന്റെ സുൽത്താൻമാരായ 2 കുട്ടികളുടെ കഥയാണിത്. SMA ബാധിച്ച് നടക്കാനാവാത്ത സൂര്യദേവിന്റെ സങ്കടം മാറുന്നത് സ്കൂളിലെത്തുമ്പോഴാണ്. ഒരു വേർതിരിവുമില്ലാതെ ചേർത്തു പിടിക്കുന്ന കൂട്ടുകാർ. ഭക്ഷണം കഴിക്കാനും ശുചിമുറിയിൽ പോകാനും എന്ന് വേണ്ട എന്തിനും ഏതിനും കൈപിടിച്ച് കൂടെയുള്ളത് സഹപാഠി മുഹമ്മദ് സുൽത്താൻ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. നോമ്പായതുകൊണ്ട് വല്ലാതെ വീഡിയോ ഒന്നും ഇടാറുള്ള ഒന്നുമില്ല, അങ്ങനെ നിൽക്കുക. അപ്പൊ ഇന്നൊരു വീഡിയോ കണ്ടു. സുൽത്താനും സൂരജും സ്കൂൾ കുട്ടികള് 5ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ സ്നേഹബന്ധം. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് വേറെ മൊബൈലിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ അറിയുള്ളൂ. അതിന്റെ ഒരു ഇത് പറയാണ് ഞാന്. സുഹൃത്തുക്കളുടെ മനസ്സിൽ മരിച്ചിട്ടില്ലാത്ത സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന കുട്ടികളാണ് ഇവരൊക്കെ. ഇവർക്ക് മതമോ മതത്തിന്റെ കാര്യങ്ങളോ ഒന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. ഇവരെ വീഡിയോസ് നിങ്ങൾ ആ വാർത്തകൾ മുഴുവനും നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇതാണ് നമ്മുടെ കേരളം, യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് നമ്മൾ പതറാതെ പിടിച്ചു നിൽക്കാനുള്ള കാരണവും. ഇങ്ങനെയുള്ള സൗഹാർദ്ദ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും മാത്രമാണ് കേരളത്തില്. അതുകൊണ്ടാണ് ഇവിടെ ഒരു വിദ്വേഷവും നടക്കാത്തത്. ഇത് ഇങ്ങനെ തന്നെ മുന്നിക്ക് പോകണം എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ഈ വീഡിയോ നിങ്ങൾ സമർപ്പിക്കുന്നു. താങ്ക് യു.